അത് പ്രോഗ്രാം ഒന്നുമില്ലേ? ഇല്ലടാ പട്ടണിയാ. എന്നാ പോയി തണ്ടടാ. മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക് വേണ്ടി കല്യാണക്കാര്യം ആലോചിക്കുന്നുണ്ട്. എന്തിനാലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആരെ? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടാ. കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ. താനെ വന്നാ മതി. പിണങ്ങിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ. നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല? ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എടാ കള്ള, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ അപാര ലുക്കല്ലടാ. ആണോ? പിന്നെ അല്ല. ആടന്നോ. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീണ്ടും പുഴയിൽ തന്നെ ആയി. ജ്യോതിഷ വല്ലതും കിട്ടിയടാ? തീമിംഗലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണാ? ആരെ വെച്ചേക്കാ? അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാടാ. പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടിയൊന്നുമില്ലെന്ന് ചോദിക്കും. ഗൾഫുകാരെ പോലെ. അതാണ്. മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ. ദേവൂട്ടി, ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പം കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോലെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിർക്കും. അമ്മേ, അല്ലേട്ടാ, ഈ മണിയേട്ടന് അവിടെ കുളിക്കാറൊന്നുമില്ല. ഞങ്ങള് നിർബന്ധിച്ച ഇടയ്ക്കൊന്ന് കുളിക്കും. അമ്മേ. അമ്മ മാമന്റെ വീട്ടിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എന്താ അവിടെ വിശേഷിച്ച്? ശോഭേജിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം അറിയാൻ പോയതാ. ആഹാ. ഏട്ടാ, ശോഭേ, ചെക്കൻ എങ്ങനെയുണ്ട്? ആരും കണ്ടില്ല. കണ്ടില്ലേ? ചെക്കൻ വന്നില്ല. ചെക്കന്റെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. സാരില്ല, ഇനി അങ്ങോട്ട് കാണാലോ. ഈ വിറകെടുത്ത് അടുക്കി വെക്കാൻ കുട്ടിയോട് പറഞ്ഞതാ, കേക്കില്ല. ആഹാ, മോൻ വന്നോ? നീ എപ്പോഴാ എത്തിയത്? ഞാൻ വന്നേ ഉള്ളമ്മേ. എങ്ങനെയുണ്ടടാ നിന്റെ ബാൻഡൊക്കെ? നല്ല രസമല്ലേ അവിടെ? അടിപൊളിയാ. അല്ല, മാമന്റെ അടുത്ത് പോയിട്ട് എന്തായമ്മേ? ഓ, അവർക്ക് ആവശ്യം സ്ത്രീധനായിട്ട് കുറച്ച് പണ, പെണ്ണിനൊന്നുമല്ല. മണി വന്നില്ലേ കൂടെ? ആ ഉണ്ട്. നീ വാ, വല്ലതും കഴിക്കാം. വാ. എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണി എടുക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. വന്നാ ഇതെന്തോടി? ഇത് ചേട്ടന് കൊണ്ടുവന്ന. ഇതൊന്നും കൊടുക്ക്. ഇതെന്താന്നാ? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇത് ഇങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട് ഇതിങ്ങനെ വെച്ചാൽ മുഴുവനാവും. തിന്നു ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. എന്താ ഇത്? അത് തിന്നോക്കട. എന്താന്ന് കണ്ണൂടെ? അമ്മേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മുലകിൽ ഇത് അവളെ കുറിച്ചാ? അമ്മ തിരുമ്പോരും കൂടി വെച്ച് മണിയെ ഞാൻ ആ ദേവനെ കണ്ടിട്ട് വരാം. ഇന്ന് സ്കൂളിലോ ഇതെന്തോളെ കാണാത്ത? ഈ പടിമന്ന് വീട് എന്റെ കാലോടി, അത് ഉറപ്പാ. മാമൻ വന്നിട്ടുണ്ടേ. അയ്യോ, മാമൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ചെയ്ത്താൻ വന്നിട്ടുണ്ടെന്നല്ല. ചെയ്ത്താനാണെങ്കിൽ പിന്നെയും സഹിക്കാം. അയ്യോ, ഇത് പെറ്റ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ. അയ്യോ, എന്തൊരു സ്നേഹം. അല്ല, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പോണത്.
സർബത്ത് 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 എന്നാ കേറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെയൊക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ 2 റുപ്യ മോരുവെള്ളത്തിന് 2000 റുപ്യ വർത്താനം പറയണ ബോസേ. എല്ലാ ഭംഗിമാരും ഉണ്ടല്ലോ. ഇതാണ് സ്പെഷ്യൽ. എനിക്കൊരു പീസ്. ദാ, ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇതൊക്കെ ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? പുണ്യം കിട്ടും. എന്നാ ഈ പുണ്യം കൊണ്ട് തിന്നു. ഏയ്, എന്റെ മക്കൾ ദുആ ചെയ്താൽ മതി. ഇത്തന്നെ പാത്തു പപ്പടം വലിയ കമ്പനിയായി തീരാൻ. ഇൻഷാ അല്ലാ. എടുക്ക്. സൂപ്പർ. ആഹാ, ഇന്ന് പലഹാരം കൊണ്ടുവന്നേക്കണോണ്ട് ഉച്ചക്ക് ഊണ് വേണ്ടായിരിക്കും അല്ലേ? ഇത്ത ഒരുപാട് നാളെ ഒരു പാട്ടൊക്കെ അങ്ങ് പാടിയിട്ട് നീ ഒരു കൊട്ടം കൊട്ടിക്കേ. ആഹാ, കസ്തൂരി തൈലമിട്ടു മുടി മിനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി. ഹലോ, ഇല്ലില്ല, ദേ ഇറങ്ങി 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 ഇറങ്ങി. ഒരു 10 മിനിറ്റ് ഓട്ടോയിലേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഫോൺ കട്ടിയാൽ എനിക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. അവരെല്ലാം കയറി. ആ ഓക്കെ. എടാ അവിടെ നിന്ന് വിളി തുടങ്ങിയെന്ന്. ആകെ ഒരു 10 മിനിറ്റ് ഓട്ടം ഉണ്ട്. ആ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തിക്കാം. എന്താന്ന്? എത്തിക്കാന്ന്. ഓ, പോയി വണ്ടി ഇറക്കിട്ടാ. ഇവന്മാർ ഇറങ്ങണില്ലേ? 10 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാൻ ഞാനിവിടെ എത്തി. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ ഇവന്മാർ പുറത്തിറങ്ങില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന ഇവിടെ ആ ഇവിടെ ഈ ബ്രാൻഡി കളവ് വ്യത്യാസം ഉണ്ടല്ലോടാ. ബ്രാൻഡിയോ? അത് ചുക്കുകളല്ലത്. ചുക്കോളോ? നിനക്ക് കുടിച്ചോക്കെ പറയാൻ പറ്റടാ. ബ്രാൻഡിയാണോ ചുക്കോളാണെന്ന്? ചുക്കുകളാണല്ലോ. അടിക്കരുത് പ്ലീസ്. ഒരബദ്ധം പറ്റിപ്പോയതാ. അന്നത്തെ ഷെയർ ചെയ്യാട്ടോളാ പ്ലീസ്. ഒരു ധൈര്യത്തിന് അടിച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചോ. എല്ലാരോടും പറഞ്ഞാറ്റിക്കരുത്, പറ്റിപ്പോയി. ഇല്ല ഇല്ല, ടെൻഷൻ വേണ്ട. ദാ എത്തി എത്തിക്കഴിഞ്ഞു. പ്ലീസ്. ഇയാളെ ഞാനിത് ഹാ